മനതാരിലെന്നും മഞ്ഞിൻ കണം പോൽ അലിയുന്ന നിറവാർന്ന ചൈതന്യമേ, കുളിർമാരി പെയ്തൻ വേനൽ തടങ്ങളിൽ കല്ലോലിനി തീർത്ത മഴമേഘമേ, ഹൃദയത്തിനുള്ളിലെ ഇരുളാർന്ന വീതിയിൽ പൂനിലാവായി നീ ഒഴുകേണമേ. മനതാരിലെന്നും മഞ്ഞിൻ കണം പോൽ അലിയുന്ന നിറവാർന്ന ചൈതന്യമേ. മരങ്ങളാലിളകുന്ന ചില്ല പോൽ നിൻ സ്വരം കേട്ടെൻ മനം തുടിച്ചു. ദലമർമരങ്ങളാലിളകുന്ന ചില്ല പോൽ നിൻ സ്വരം കേട്ടെൻ മനം തുടിച്ചു. ഒരിക്കലും വിട്ടു പിരിയാത്ത സ്നേഹമേ, എന്നാവു നിൻ ഗീതകങ്ങൾ പാടും. ഒരിക്കലും വിട്ടു പിരിയാത്ത സ്നേഹമേ, എന്നാവു നിൻ ഗീതകങ്ങൾ പാടും. മനതാരിലെന്നും മഞ്ഞിൻ കണം പോൽ അലിയുന്ന നിറവാർന്ന ചൈതന്യമേ. ഏതു കരിരാവിലും ഒരു ചെറു കസവിഴത്തുന്നും കിരണമേ, ഈ ഹൃദയവാതിലും പഴുതിലും ഒഴുകി വരൂ. അരികിലെ പുതുമന്ദാരമായി വിടരു നീ, ഉണരുവാൻ കൊതി തോന്നുന്നൊരു പുലരിയിൽ. അങ്ങിങ്ങോ നിൻ പൊൻപേലി നിന്നുവോ, അതിലൊന്നെന്റെ നെഞ്ചോരമയുന്നുവോ. ഉണർന്നു ഞാൻ ഏതു കരിരാവിലും ഒരു ചെറു കസവിഴത്തുന്നു കിരണമേ, ഈ ഹൃദയവാതിലും പഴുതിലും ഒഴുകി വരൂ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു ഗലീലി വിട്ട് ജോർദാൻ അക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഫരിസേയർ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്നും അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. മണികൾ മുഴങ്ങിടുമേ സമയമിതാ, തിരികൾ തെളിഞ്ഞിടുമേ നിമിഷമിതാ. അണയാം ബലിവേദിയിൽ
പവിത്രമാം തിരുമൊഴികൾ ഒരു മനമായി അർപ്പിക്കാം ഈ ദിവ്യബലി. അണയൂ പ്രിയ സുതരേ, ഉണരൂ പ്രിയ ജനമേ. അണയൂ പ്രിയ സുതരേ, ഉണരൂ പ്രിയ ജനമേ. സമയം നാഥനെ വരവേൽക്കാം. സമയം ആഗതമായി നാഥനെ വരവേൽക്കാം. ആബേലിന്റെ ബലി പോൽ പൂർണ്ണമാമൊരു ബലി നീ പരിപൂർണമാം മനസ്സോടെ നിന്നാഥനു നൽകിടൂ. ആബേലിന്റെ ബലി പോൽ പൂർണ്ണമാമൊരു ബലി നീ പരിപൂർണമാം മനസ്സോടെ നിന്നാഥനു നൽകിടൂ. നാഥനെ വരവേൽക്കൂ. അണയൂ പ്രിയ സുതരേ, ഉണരൂ പ്രിയ ജനമേ. അണയൂ പ്രിയ സുതരേ, ഉണരൂ പ്രിയ ജനമേ. സമയം ആഗതമായി നാഥനെ വരവേൽക്കാം. സമയം ആഗതമായി നാഥനെ വരവേൽക്കാം. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗീയവരങ്ങളായി വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന്റെ രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. രാജാക്കന്മാരെല്ലാം ആന്തരികമാകുന്നു. അവളുടെ നീ കൊണ്ടുവന്നതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവളുടെ സഹസ്രാജനായി രാജകൊട്ടാരം പ്രവേശിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം പ്രകാരം അനുഗ്രഹിതരാകും. അതുപോലെ തന്നെയും ആമേൻ. രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക.
ഇപ്പോഴും എല്ലാവരും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അറിയിക്കുകയും ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും എന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെള്ളയുള്ളതാക്കി. ഇത് ഇവിടെ കറയോ ചുളിയോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രേക്ഷിക്കുന്നതിനും അവർ കളങ്കരഹിതയിൽ പരിശുദ്ധിയായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം, പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചെയ്യും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ കർത്താവിനെ ബഹുമാനിക്കുകയും വേണം. വഴിയും സത്യവും ജീവനുമായ തിരുവചനം മാംസമായ വചനം രക്ഷയേകും വചനം പാപങ്ങളെ പൊട്ടിച്ചെറിയും തിരുവചനം ആത്മാവിൽ സന്തോഷം പകരും തിരുവചനം സ്നേഹത്തിൽ വിത്തുവിതയ്ക്കും ദൈവത്തിൻ വചനം ആത്മാവിൽ സന്തോഷം പകരും തിരുവചനം സ്നേഹത്തിൽ വിത്തുവിതയ്ക്കും ദൈവത്തിൻ വചനം ഹല്ലേലൂയ ഹല്ലേലൂയ ജീവൻ പകരും വചനമേ ഹല്ലേലൂയ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 2-ാം അധ്യായം 1 മുതലുള്ള 20. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമുണ്ട്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുമേ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോളം നിറച്ചു. ഇനി പകർന്ന കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും നേരത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയായിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായുടെ അവസാനം സ്നേഹം നിറഞ്ഞ വൈദികരെ, ഇന്നത്തെ താരങ്ങളായ ബിബിൻ, സിജി, ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ആദ്യമായി തന്നെ എല്ലാവരുടെയും പേരിലുള്ള പ്രാർത്ഥനാശംസകൾ ബിബിനും സിജിക്കും എത്ര സ്നേഹപൂർവ്വം നൽകുകയും നമ്മൾ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചപ്പോൾ സങ്കീർത്തനയിലൂടെ വായിക്കുകയുണ്ടായി. അവർ ഉല്ലാസമരുന്നതായ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ കാർമികരി കാൽവരി ഇടവകയിലെ ദേവാലയമാകുന്ന രാജകൊട്ടാരത്തിലെ വിവിധ സിജിയും പ്രവേശിച്ചിരിക്കും. ഉല്ലാസമുള്ളതൊക്കെ ഞാൻ വന്നപ്പോൾ നോക്കുകയാണ്. പക്ഷെ സങ്കീർത്തനം പറയുന്നു ഉല്ലാസമായിരിക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ദൈവ അനുഗ്രഹം നിറഞ്ഞതും ഉല്ലാസപ്രദവുമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിൻ്റെതായ ഗൗരവമൊക്കെ ഉണ്ടാകുവാൻ പ്രത്യേകമായി ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു. മുന്തലപ്പള്ളിയുടെ ബന്ധപ്പെട്ട നമുക്കറിയാം, അവിടെ എന്നും
ഒത്തിരി വിനോദസഞ്ചാരികൾ വരുന്നുണ്ട്, എല്ലാവരും ഉല്ലസിക്കാൻ വരുന്നുണ്ട്. ഇന്ന് നമ്മുടെയൊക്കെ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്, 2-3 ദിവസം അടുപ്പിച്ച് അവധി കിട്ടിയാൽ ഉല്ലാസയാത്രയ്ക്ക് പോകുക. എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉല്ലാസയാത്രകൾ കൂടുന്നത് എന്ന് ചോദിച്ചാൽ ഉല്ലാസം വീട്ടിലില്ലാത്തതുകൊണ്ട്. പണ്ട് കാലത്ത് 5, 8, 15 മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്നും ഉല്ലാസമാണ്. ഇന്ന് 1-2 പേരൊക്കെ വീട്ടിൽ ഉള്ളതുകൊണ്ട്, എന്നും ഈ മുഖങ്ങൾ മാത്രം കാണുന്നത് കൊണ്ട് കുടുംബജീവിതത്തിലേക്ക് പലപ്പോഴും അവാർഡ് സിനിമ പോലെയാണ്. വിമലയാണെങ്കിൽ ഞാനൊക്കെ ചെമ്മാച്ചന്മാരായിരുന്നു, ഏജൻസിയായിട്ട് ഞങ്ങൾ സേവനം ചെയ്യുന്ന സമയത്ത് മുതലേ അറിയുന്നവരാണ്. അന്ന് മുതലേ യേശുവിന്റെ വിശ്വാസം വളർന്നു. പ്രത്യേകമായിട്ട് നല്ല രീതിയിൽ രണ്ടുപേരും ഒരുമിച്ച് ഈ യാത്ര ആരംഭിക്കുമ്പോൾ ദൈവം അനുഗ്രഹം നൽകുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെല്ലാം കുറവുണ്ടെങ്കിൽ അതിനെ നിൽക്കുന്ന ദൈവമുണ്ട് എന്ന സത്യം തിരിച്ചറിയും. വിശ്വാസമുള്ള ദേവാലയത്തിന് ആഭിമുഖ്യമുള്ള കുടുംബമാണ്. ആ ഒരു പാരമ്പര്യങ്ങൾക്ക് അനുസൃതമായി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് തോൽക്കാൻ. ഭാര്യ ഭർത്താവിന് വേണ്ടി തോറ്റുകൊടുക്കുക, ഭർത്താവ് ഭാര്യയുടെ മുന്നിൽ തോൽക്കുക. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ സ്നേഹിക്കും.